ഹലോ ഗൈസ്, ഞാൻ ഈ ദുബായിൽ വന്നതിന് ശേഷം എപ്പോഴും പുറത്തുനിന്ന് മാത്രമേ ഫുഡ് കഴിച്ചുള്ളൂ. 3 ടൈമും പുറത്തുനിന്നാണ്. അങ്ങനെ കഴിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വയറൊക്കെ ഒന്ന് ചാടി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി കുറച്ച് ഫാറ്റൊക്കെ കുറയ്ക്കണം, സ്വന്തമായിട്ട് കുക്ക് ചെയ്തൊക്കെ നോക്കണം. വളരെ ചെറിയ ചെറിയ സാധനങ്ങൾ. അപ്പം നമുക്കുണ്ടോ കുക്കിംഗ് അറിയാം? നമുക്ക് ആകെ ഒക്കെ അറിയുന്ന കട്ടൻ ചായ, പിന്നെ ഓംലെറ്റ് ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പിന്നെ വിചാരിച്ചു, എന്നാൽ പിന്നെ ക്യാരറ്റ് മേടിച്ചിട്ട് വട്ടത്തിലരിഞ്ഞിട്ട് നാരങ്ങ പിഴിഞ്ഞ് കഴിക്കാമെന്ന്. അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ വിചാരിച്ച് എന്നാൽ പിന്നെ തോരൻ വെക്കാം, എന്തായാലും ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി തട്ടയിൽ ഇഡ്ഡലിയും മാവ് റെഡിമെയ്ഡ് മേടിക്കാൻ കിട്ടുമല്ലോ, അപ്പോൾ ഞാൻ അതൊഴിച്ച് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഇഡ്ഡലി തട്ടിൽ നമ്മൾ ഇതൊഴിച്ചിട്ട് ഇത് വേവുന്ന സമയത്ത് കുത്തിയെടുക്കാൻ ഭയങ്കര പാടാണ്. അപ്പം അത് ഇന്നലെ എനിക്ക് മനസ്സിലായ സംഭവം. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ അകത്ത് ഇന്നുണ്ടാക്കിയതിൽ ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് ഈ മാവ് അതിലൊഴിച്ചിട്ട് എടുത്തു. അപ്പോൾ എനിക്ക് നല്ല അടിപൊളിയായിട്ട് അത് കുത്തിയെടുക്കാൻ പറ്റിയിട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വിചാരിച്ചു ഇഡ്ഡലി ഇന്നലെ ഞാൻ കഴിച്ച ഇഡ്ഡലി അച്ചാറും കൂട്ടിയിട്ടാണ്. അപ്പോൾ എന്നാൽ പിന്നെ ഇന്നൊന്ന് വെറൈറ്റി പിടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു തോരൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. പക്ഷേ എനിക്ക് അങ്ങനെ കുക്കിംഗ് അറിയില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ ഒരു ഓർമ്മയിൽ നിന്ന് അമ്മ ഉണ്ടാക്കിയ സൈഡിലിരുന്ന ഒരു ഓർമ്മ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത്രയും രുചിയുള്ളത് ഞാൻ എന്തായാലും ഇത്രയും നാളായിട്ട് ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ ഉണ്ടാക്കിയോണ്ടാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അടിപൊളി രുചിയായിരുന്നു. അപ്പം ഞാൻ ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം കടുക് പൊട്ടിച്ച് അതിൻ്റെ അകത്തേക്ക് മുളക് ഇട്ടു, പിന്നെ കറിവേപ്പില ഇട്ടു, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, ഒരിച്ചിരി മുളക് പൊടി ഇട്ട്, എന്നിട്ട് അത് ജസ്റ്റ് മിക്സ് ചെയ്തു വഴറ്റി കഴിഞ്ഞിട്ട് കുറേ ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റി, എന്നിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാരറ്റ് അതിൻ്റെ അകത്തേക്ക് ഇട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കുറച്ച് നേരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി. അപ്പോൾ തന്നെ നല്ലൊരു ഈ പച്ചമണം മാറിയിട്ടൊരു ചെറുതായിട്ട് വെന്ത ഒരു മണം വരുമല്ലോ, അത് വന്നു തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ ജസ്റ്റ് ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്ത്, അത് കഴിഞ്ഞിട്ട് ഏകദേശം ഞാൻ മൂടി വെച്ച് ആയി കഴിഞ്ഞപ്പോൾ ക്യാരറ്റിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ സൈഡിൽ കൂടെ ഇറങ്ങി അതിൽ കിടന്ന് ഇങ്ങനെ വേവാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്താൽ മൂടി വെച്ച് ആ സ്റ്റീമിൽ കിടന്ന് അത് ചൂടായി കഴിഞ്ഞിട്ട് ഇപ്പം നോക്കിക്കഴിഞ്ഞപ്പോൾ ഏകദേശം എല്ലാം റെഡി ആയെന്ന് തോന്നി. അപ്പോൾ പിന്നെ ഞാനത് ശരിക്കും ചിക്കി എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് കോക്കനട്ട് സ്ക്രാപ്ഡ് മേടിക്കാൻ കിട്ടുമല്ലോ, അപ്പോൾ ആ സ്ക്രാപ്ഡ് കുറച്ചിട്ടിട്ട് ഞാൻ ജസ്റ്റ് ഇളക്കി സെറ്റ് ആയി കഴിഞ്ഞു. എന്നിട്ട് സെറ്റാക്കി വെച്ച് ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ അടിപൊളി രുചിയായിരുന്നു. അപ്പോൾ അത് എന്താ പറയുക, നമ്മൾ ആത്മാർത്ഥതയോടുകൂടി ചെയ്തുകൊണ്ടാണെന്ന് അറിയില്ല, അപാര രുചിയായിരുന്നു. ഇനി ഞാൻ നാട്ടിൽ പോയിട്ട് ഉണ്ടാക്കി കൊടുക്കണം എല്ലാവർക്കും. അടിപൊളി രുചിയായിരുന്നു, ഇതിലെല്ലാ സാധനങ്ങളും അത്ര രുചിയായിരുന്നു. ഇവൻ ഞാനൊരു കറിവേപ്പില പോലും ഞാൻ വെറുതെ കളഞ്ഞില്ല, ആ മുളകെല്ലാം ഭയങ്കര രുചിയായിരുന്നു. ഓക്കെ, അത് കറക്റ്റ് ഉപ്പ് കടുക്, പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി, അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ടേസ്റ്റൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അടിപൊളി. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഡൗട്ടുണ്ട് ചോദിച്ചാൽ അത് ഞാൻ ഇന്നലെ പഠിച്ചതന്നേ ഉള്ളൂ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ഗൈസ്, താങ്ക് യു. പിന്നെ ഇപ്പോൾ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ, കാരണം എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്യുന്നേ ഉള്ളൂ. ഇത് ആദ്യത്തെ വീക്കാണ്, ഇപ്പോൾ 3-ാമത്തെ ദിവസമായിട്ടുള്ളൂ. അപ്പോൾ ഇനിയുള്ളതെല്ലാം പഠിക്കണം, എപ്പോഴും കുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു.